നൗ എവറി വൺ ക്യാൻ ഫ്ലൈ എന്ന സന്ദേശമായി പോകുന്ന എയർ ഏഷ്യയുടെ ഒരു വിമാനത്തിലാണ് ഞാൻ. എത്ര മനോഹരമായ സന്ദേശമാണല്ലേ. ഈ നിമിഷം മുതൽ എല്ലാവർക്കും പറക്കാം. ഈ വാചകം എൻ്റെ ജീവിതവുമായി ഒരുപാട് സാമ്യമുള്ളതുപോലെ തോന്നി. ഒരു സാധാരണക്കാരനായ ഞാൻ പോലും ഇന്ന് യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് കാരണം എയർ ഏഷ്യ പോലുള്ള ബഡ്ജറ്റ് ഫ്ലൈറ്റുകളാണ്. അതുകൊണ്ട് തന്നെ എയർ ഏഷ്യയ്ക്ക് എൻ്റെ ജീവിതത്തിൽ വലിയൊരു പങ്കുണ്ട്. ഈ ഫ്ലൈറ്റ് കൊച്ചിയിൽ നിന്നും കൊലാലംപൂരിലേക്കാണ് യാത്രയാവുന്നത്. 4 മണിക്കൂറും 20 മിനിറ്റുമാണ് യാത്രയുടെ ദൈർഘ്യം. പിന്നീട് കൊലാലംപൂരിൽ നിന്നും ഫിലിപ്പീൻസിൻ്റെ തലസ്ഥാനമായ മനിലയിലേക്ക് 3 മണിക്കൂറും 55 മിനിറ്റുമാണ് യാത്ര ചെയ്യേണ്ടത്. കൊച്ചിയിൽ നിന്നും ചെക്ക് ഇൻ ചെയ്യുന്ന സമയം തന്നെ ഈ 2 യാത്രയ്ക്കുള്ള ടിക്കറ്റ് അഥവാ ബോർഡിംഗ് പാസ് അവിടെ നിന്ന് ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, എന്തിനാണ് കൊലാലംപൂർ വഴി ഫിലിപ്പീൻസിലേക്ക് പോകുന്നത്, നേരിട്ടങ്ങ് പോയാൽ പോരെയെന്ന്. നമുക്ക് കേരളത്തിൽ നിന്നും ഫിലിപ്പീൻസിലേക്ക് ഏറ്റവും എളുപ്പത്തിലെത്താൻ 2 വഴികളാണുള്ളത്. ഒന്നില്ലെങ്കിൽ സിംഗപ്പൂർ വഴിയോ അല്ലെങ്കിൽ മലേഷ്യ വഴിയോ. ഞാൻ പോയത് മലേഷ്യ വഴിയാണ്. ഇതെൻ്റെ ഐഡിയ അല്ല കേട്ടോ, കോഴിക്കോടുള്ള അൽഹിന്ദിലെ ദീപചേച്ചിയുടെ ഐഡിയ ആണ്. നീ ഒരു പ്രോപ്പർ വിസയില്ലാതെയാണ് യാത്ര ചെയ്യുന്നത്. നിൻ്റെ കയ്യിലുള്ളത് സിംഗപ്പൂർ വിസയാണ്. നീ പോകുന്നത് ഫിലിപ്പീൻസിലേക്കും. നീ സിംഗപ്പൂർ ചെന്നിറങ്ങുന്ന സമയത്തോ അല്ലെങ്കിൽ ഫ്ലൈറ്റ് ചേഞ്ച് ചെയ്യുന്ന സമയത്തോ അവിടെയുള്ളവർക്ക് നിൻ്റെ വിസയും ടിക്കറ്റുമായിട്ട് മാച്ച് ആകാത്ത രീതിയിൽ തോന്നിയാൽ ചിലപ്പോൾ നീ പിടിക്കപ്പെട്ടേക്കാം. നിൻ്റെ യാത്ര തന്നെ മുടങ്ങിപ്പോയേക്കാം. അവർ നിന്നെ അവിടെ നിന്ന് തന്നെ നാട്ടിലേക്ക് തിരിച്ചയച്ചേക്കാം. അതുകൊണ്ട് തന്നെ നീ മലേഷ്യ വഴി പോവുകയാണെങ്കിൽ അവർക്ക് നിന്നെ ചോദ്യം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇങ്ങനൊരു ഐഡിയ പറഞ്ഞു തന്നത് ദീപചേച്ചിയാണ്. ഫ്ലൈറ്റ് കുറച്ച് ദൂരം പറന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ സഹയാത്രികർ ഓരോരുത്തരായിട്ട് എണീറ്റ് നടന്ന് അവർ വാഷ്റൂമിലേക്കും മറ്റും നടക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. ആകാശത്തൊരു പേടകത്തിൻ്റെ അകത്ത് കുറേ മനുഷ്യർ പറക്കുന്നു, അവരതിനകത്ത് നടക്കുന്നു. ശരിക്കും എനിക്കിതൊരു കൗതുകമുള്ളൊരു കാഴ്ചയായിരുന്നു. ഇതെൻ്റെ സ്വപ്ന യാത്രയാണ്. ഞാൻ ആഗ്രഹിച്ച, അല്ലെങ്കിൽ ഏതൊരു മലയാളി ആഗ്രഹിക്കുന്ന ഒരു വിദേശ യാത്ര. എൻ്റെ ജീവിതത്തിലെ മറക്കാൻ പറ്റാത്ത നിമിഷങ്ങളിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. എൻ്റെ സ്വപ്നങ്ങൾ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് എൻ്റെ കൺമുന്നിൽ യാഥാർത്ഥ്യമാകുമ്പോൾ എനിക്കുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, അതിൻ്റെ ആവേശം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിനും അപ്പുറമായിരുന്നു. ഈ ഫ്ലൈറ്റിലെ ഓരോ യാത്രക്കാരും ഓരോ ആവശ്യങ്ങൾക്കായിരിക്കും യാത്ര ചെയ്യുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇവരെല്ലാവരും എൻ്റെ യാത്രയ്ക്ക് കൂട്ടുവരികയാണെന്ന്. ഇങ്ങനെയൊക്കെ പറയുകയാണെങ്കിലും എൻ്റെ യാത്രയുടെ അവസാനം സന്തോഷമാണോ സങ്കടമാണോ എന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. പക്ഷെ ഒന്നെനിക്കറിയാം, ഞാൻ കൊടുത്ത വാക്ക് എനിക്ക് പാലിക്കണം. എൻ്റെ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും എനിക്ക് അവളെ കാണണം. അതിന് എത്ര റിസ്ക് എടുക്കാനും ഞാൻ തയ്യാറാണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും റിസ്ക് എടുക്കാത്തവന് ജീവിതത്തിൽ സന്തോഷിക്കാനുള്ള ഒരു വകയും ഉണ്ടാവില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. പിന്നെ കാത്തിരിപ്പിൻ്റെ കുറേ നിമിഷങ്ങളായി. നമ്മുടെ മനസ്സിനേക്കാൾ വേഗതയിൽ ഒരു ഫ്ലൈറ്റിനും പറക്കാൻ പറ്റില്ല എന്നുള്ളത് എനിക്ക് അവിടെ ഇരുന്ന് മനസ്സിലായി. ആകാശം അതിരില്ലാത്ത പാടം പോലെ അങ്ങ് നോക്കത്താ ദൂരം പടർന്നു കിടക്കുകയാണ്. അതിൽ മേഘങ്ങൾ തിങ്ങി വിങ്ങി വിളഞ്ഞു നിൽക്കുന്നു. ഞാൻ ജീവിതത്തിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായ കാഴ്ച. മറ്റുള്ള യാത്രക്കാർ ചെറിയ മയക്കത്തിലായപ്പോഴും എനിക്ക് ഉറങ്ങാൻ സാധിച്ചില്ല. എൻ്റെ സന്തോഷം കൊണ്ടാവാം, കാഴ്ചകൾ എത്ര കണ്ടിട്ടും മതി വരാതെ കൊലാലംപൂർ ലക്ഷ്യമാക്കി ഞാൻ അങ്ങനെ ഉണർന്നിരുന്നു.
നേരം രാത്രി 11:30 ആയിരിക്കുന്നു. കൊലാലംപൂറുള്ള ക്ലിയ ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായി ഞാനും ഒരു വിദേശത്ത് കാലുകുത്തിയിരിക്കുന്നു. പല വർണ്ണത്തിലുള്ള മനുഷ്യർ, പല ഭാഷക്കാർ, പല രീതിയിലുള്ള വസ്ത്രധാരണം. എനിക്ക് ശരിക്കും എൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ മറ്റേതോ ലോകത്തെത്തിയ ഒരു അനുഭൂതിയായിരുന്നു. അഭിമാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നിമിഷങ്ങളായിരുന്നു എനിക്ക്. എയർപോർട്ടിലെ വൈഫൈ ഉപയോഗിച്ച് ഞാൻ വീട്ടിലേക്ക് വിളിച്ചു. അമ്മ, ഞാൻ ഇവിടെ സേഫായിട്ടിരിക്കുന്നു. ബാക്കിയുള്ള കൂട്ടുകാരെയും വിളിച്ച് ഞാൻ വിവരം പറഞ്ഞു. ഞാൻ വിചാരിച്ച പോലെ തന്നെ എയർപോർട്ടിൽ ഒരു പ്രശ്നവുമില്ല. എന്നോട് ആരും ഒന്നും ചോദിച്ചുമില്ല. അങ്ങനെ ഇരിക്കെ ഇനി അടുത്ത ഫ്ലൈറ്റ് പിടിക്കണം. ഇത് എവിടെ നിന്നാണെന്നോ എവിടെ നിന്നാണ് കയറണമെന്നോ എനിക്കറിയില്ലായിരുന്നു. അതും അന്വേഷിച്ച് നടത്താൻ തുടങ്ങി. അങ്ങനെയാണ് ഞാൻ ഈ ബോർഡ് കാണാനിടയുണ്ടായത്, ആസ്ക് മീ. അവിടെ ചെന്ന് കാര്യം തിരക്കി. അപ്പോൾ അവർ പറഞ്ഞു, ഈ ഫ്ലൈറ്റിന് നാളെ രാവിലെ 8:30 ഉള്ളൂന്ന്. ആഹാ, അടിപൊളി. ഇനി എനിക്ക് ഉറങ്ങണ്ട. ഞാനെങ്ങനെ ഉറങ്ങിപ്പോയാൽ ഈ ഫ്ലൈറ്റ് മിസ്സായാൽ പിന്നെ ഫിലിപ്പീൻസും ഇല്ല, തിരിച്ച് ഇന്ത്യയിലേക്കും ഇല്ല. അങ്ങനെ ഉറങ്ങാതെ ഞാൻ കാത്തിരിപ്പായി. ഉറങ്ങാതിരിക്കാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചു. ഒരു രക്ഷയില്ല. 1 മണി 2 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. നമ്മുടെ ഇന്ത്യയെക്കാളും 2.5 മണിക്കൂർ ഫാസ്റ്റാണ് ഈ പറഞ്ഞ മലേഷ്യ. അതേ സമയം തന്നെയാണ് ഫിലിപ്പീൻസിലും ഉള്ളത്. ഞാനങ്ങനെ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടെത്തി. ഇവിടെ കയറി ഞാനൊരു ചായ വാങ്ങി. ചായ അല്ല, ഇവിടെ കോഫിയാണ്. ഇതാ ഇത്രയുണ്ട് ആ കോഫി. കുടിച്ചു നോക്കി. എൻ്റെ പൊന്നെ, കഴിച്ചിട്ട് നിൽക്കാൻ വയ്യ. ഇനി ഞാൻ ചിന്തിച്ചു, മലേഷ്യയിലെ കോഫിയൊക്കെ ഇനി ഇങ്ങനെയാണോ? ഞാൻ ആ കൗണ്ടറിൽ ചെന്ന് കാര്യം തിരക്കി. അപ്പോൾ ആ പെൺകുട്ടി എൻ്റെ മുഖത്തൊക്കെ ചിരിച്ചു. അവൾ പറഞ്ഞു, സർ, ഇതിൽ ഷുഗറും നമ്മുടെ ക്രീമും നിങ്ങളുടെ ആവശ്യപ്രകാരം ആ ഫ്രണ്ടിലുള്ള ബോക്സിൽ നിന്ന് എടുത്തിട്ട് വേണം നിങ്ങൾ ചേർക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അത് പ്രകാരം ഞാൻ 1-2 കവറൊക്കെ ചേർത്ത് നോക്കി. എന്നിട്ടുണ്ടോ ചായയുടെ വല്ല രുചി വരുന്നത്? ഞാൻ 5-6 പാക്കറ്റ് പൊട്ടിച്ചിടാൻ തുടങ്ങി. ഇത് കണ്ട് അവിടെ നിന്നവരൊക്കെ എൻ്റെ മുഖത്തൊക്കെ ചിരിക്കാൻ തുടങ്ങി. എന്നിട്ടും ചായക്ക് രുചിയില്ല. ഞാൻ വീണ്ടും ചേർത്തു. അവസാനം ആ കുട്ടി എന്തൊക്കെയോ അതിൽ ചേർത്തിട്ട് ഇതിന് ഈ അടപ്പിട്ടിട്ട് എനിക്ക് തിരിച്ചു വന്നു. ഞാനൊരു പൊട്ടൻ. ഞാൻ അതിൻ്റെ ആവി പോകാനുള്ള ഭാഗത്തുള്ള ആ ചെറിയ ദ്വാരത്തിൽ കൂടെ ചായ ഒന്ന് കുടിക്കാൻ ശ്രമിച്ചു. അടിപൊളി. എൻ്റെ വായും അണ്ണാക്കൊക്കെ പൊള്ളി. അവിടെ ഉള്ളവരെല്ലാവരും എന്നെ നോക്കി ചിരിക്കാൻ തുടങ്ങി. എൻ്റെ ഡ്രസ്സിലൊക്കെ കോഫിയായി. പിന്നെ അത് എത്രയും പെട്ടെന്നൊന്ന് കഴുകി വൃത്തിയാക്കണം. അതിനുവേണ്ടി ഞാനൊരു വാഷ്റൂമിലേക്ക് പോയി. എൻ്റെ വെപ്രാളത്തിൽ ഞാൻ ഓടിക്കയറിയത് ലേഡീസിൻ്റെ ടോയ്ലറ്റിലായിരുന്നു. ഈ എയർപോർട്ടിലൊക്കെ ജെൻസും ലേഡീസും തിരിച്ചറിയാൻ ഇങ്ങനൊരു പിക്ചറേ കൊടുക്കുന്നുള്ളത് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ലായിരുന്നു. ഇതെൻ്റെ ആദ്യത്തെ അനുഭവമാണ്. എൻ്റെ ആദ്യത്തെ യാത്രയല്ലേ. ഒരു കാര്യം പറയാതെ വയ്യ, വളരെ മാന്യമായ മനുഷ്യർ. ഹജ്ജിനോ മറ്റോ പോയി വരുന്ന കുറച്ച് മുസ്ലിം സ്ത്രീകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അവരെന്നോട് അടുത്തുള്ള ടോയ്ലറ്റ് കാണിച്ചു തരികയും അങ്ങോട്ട് പോയിക്കോളാൻ പറയുകയും ചെയ്തു. പിന്നെ അവിടെ നിന്നും വസ്ത്രങ്ങളെല്ലാം മാറി എൻ്റെ ഗേറ്റായിട്ടുള്ള Q13 അന്വേഷിച്ചുള്ള നടത്തമായി. അവസാനം ഞാനത് കണ്ടെത്തി. ഞാൻ അവിടെ തന്നെ വിശ്രമിക്കാനിരുന്നു. വസ്ത്രമെല്ലാം മാറിയതിൻ്റെ സന്തോഷത്തിൽ പിന്നീട് അങ്ങോട്ട് സെൽഫി എടുത്ത് കൂട്ടലായി. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് വലിയൊരു സസ്പെൻസാന്ന് പറയുന്നത് ഇതാണ്. ഇനി വരാനിരിക്കുന്ന ഭാഗ്യത്തെക്കുറിച്ചോ അല്ലെങ്കിൽ നാളെ ഞാനൊരു ചരിത്രത്തിൻ്റെ ഭാഗമാകാൻ പോവുകയാണെന്നുള്ളതോ എനിക്ക് ഈ സെൽഫി എടുക്കുമ്പോഴൊന്നും അറിയില്ലായിരുന്നു. ജീവിതത്തിൽ ചില സമയങ്ങളുണ്ടാവും, സ്വപ്നവും യാഥാർത്ഥ്യവും തമ്മിൽ തിരിച്ചറിയാൻ കഴിയാത്ത ചില നിമിഷങ്ങൾ. അതായിരുന്നു എനിക്കന്ന് ആ ദിവസം. എൻ്റെ സ്വപ്നങ്ങളിൽ നിന്ന് ജീവിതത്തിലേക്ക് സന്തോഷ് സാർ കടന്നു വന്ന ആ നിമിഷം. ഞാൻ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചോട്ടെ എന്ന് ചോദിച്ചു. സാറ് പറഞ്ഞു, അതിനെന്താ. കൂടെ നിന്ന് ഞാനൊരു സെൽഫി എടുത്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു, സാറിന് ഇവിടുന്ന് കാണാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചില്ല. ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി എന്ന് പറഞ്ഞു. അപ്പോൾ സാറ് ചോദിച്ചു, നീ എന്താ ഞെട്ടാൻ കാര്യം സാറിൻ്റെ സഞ്ചാരം കണ്ട് തലക്ക് വട്ടായി എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ. ഞാനിന്ന് ജീവിതത്തിൽ ആദ്യമായിട്ടൊരു വിദേശത്തേക്ക് പോവുകയാണ്. ആ രാജ്യം ഫിലിപ്പീൻസാണ്. അങ്ങോട്ട് ഞാൻ പോകാൻ നിൽക്കുമ്പോൾ ഇതാ എന്നെ ഉന്തിത്തള്ളി യാത്രയ്ക്ക് പുറപ്പെട്ട ആൾ തന്നെ ഇവിടെ വന്നിരിക്കുന്നു. സാറിന് ഇവിടുന്ന് കണ്ടുകൊണ്ട് യാത്ര ചെയ്യാൻ പറ്റുക എന്നുള്ള അത്ഭുതമാണ്. എൻ്റെ ടെൻഷനും വെപ്രാളവും ഒക്കെ കണ്ട് സാർ ഒരുപാട് ചിരിച്ചു. സാറിൻ്റെ പെരുമാറ്റം കണ്ട് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. കാരണം എന്നെ കാണുന്നത് വർഷങ്ങളായിട്ട് പരിചയമുള്ള ഒരാളെ പോലെ, ഒരു നാട്ടിൻപുറത്തുകാരനെ പോലെ എന്നോട് കുശലമൊക്കെ ചോദിച്ച് സാർ എങ്ങനെ ഇരുന്നു. നമ്മളെത്ര പദവിയിലിരിക്കുകയാണെങ്കിലും മനുഷ്യത്വവും മനുഷ്യനെ കണ്ടാൽ സംസാരിക്കണമെന്നുള്ളതും ഞാൻ സാറിനെ കണ്ട് ശരിക്കും പഠിക്കുകയായിരുന്നു. അങ്ങനെ വിശേഷങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്ന സമയത്ത് എൻ്റെ വിസ കണ്ട് സാർ എന്നോട് ചോദിച്ചു, ഇങ്ങനെയൊക്കെ പോയാൽ അവിടെ എത്തുമെന്ന് നിനക്ക് ആര് പറഞ്ഞു തന്നു? ഞാൻ പറഞ്ഞു, സാറ് തന്നെ. സാറിൻ്റെ ഒരു എപ്പിസോഡിൽ സിംഗപ്പൂർ വിസയുള്ള ഒരു ഇന്ത്യൻ പൗരന് ഫിലിപ്പീൻസിലും പോകാമെന്ന് ഞാൻ കണ്ടിരുന്നു. അതുപ്രകാരമാണ് ഞാൻ പോകുന്നത്. എന്നിട്ട് ഞാൻ സാറിനോട് പറഞ്ഞു, സഞ്ചാരം കാണുന്ന ഒരു മലയാളിക്ക് ഇതൊന്നും ഒരു പുതുമയുള്ള കാര്യമല്ല. സാറിൻ്റെ കൂടെ 120 രാജ്യങ്ങൾ ഞാനും സന്ദർശിച്ചു കഴിഞ്ഞു.
എൻ്റെ ജീവിതത്തിൽ ഞാൻ ചിലപ്പോൾ തൊട്ടറിയുന്നത് ഇതാദ്യമായിട്ടായിരിക്കാം. പക്ഷേ ഇതൊന്നും എനിക്ക് പുതുമയുള്ള കാര്യമല്ല എന്ന് പറഞ്ഞപ്പോൾ സാറിൻ്റെ കണ്ണിൽ അത് കേട്ടതിൻ്റെ സന്തോഷം എനിക്ക് കാണാമായിരുന്നു. അങ്ങനെ സാർ എന്നോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നീ അവിടെ പോയിരിക്കും, നിന്നെ കാണാൻ കഴിഞ്ഞതിൽ എനിക്കും സന്തോഷമായെന്ന് ഞാൻ എൻ്റെ പ്രേക്ഷകരോട് പറയട്ടെ എന്ന് പറഞ്ഞ് സഞ്ചാരത്തിൻ്റെ 1374 എപ്പിസോഡിൽ സാർ എന്നെയും കാണിച്ചിരുന്നു. അങ്ങനെ ഞാനും ഒരു ചരിത്രത്തിൻ്റെ ഭാഗമായി മാറുകയായിരുന്നു. സഞ്ചാരത്തിൻ്റെ ഒരു എപ്പിസോഡിൽ എനിക്കും എൻ്റെ മുഖം കാണാനുള്ള ഭാഗ്യം ഉണ്ടാവുകയുണ്ടായി. ഞാൻ എത്ര നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും എൻ്റെ ആദ്യ യാത്രയും എൻ്റെ ഓർമ്മകളും എന്നും സഫാരിയുടെ സഞ്ചാരത്തിൽ ഭദ്രമായിരിക്കുന്നു. ഒന്നും ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. കഥ ഇനിയാണ് ആരംഭിക്കാൻ പോകുന്നത്. ആരാണോ എൻ്റെ കഥ കേൾക്കേണ്ടിയിരുന്നത്, ആരോടാണോ ഞാൻ പറയേണ്ടിയിരുന്നത്, അദ്ദേഹത്തോട് ഞാൻ എല്ലാം പറഞ്ഞു കഴിഞ്ഞു. മിറിനെക്കുറിച്ചും ഞാൻ പോകുന്നതിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ചും എല്ലാം പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് ധൈര്യം പകരാൻ സാക്ഷാൽ സന്തോഷ് സാറിനെ തന്നെയാണ് ദൈവം ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിരിക്കുന്നത്. സാർ ഈ ഫ്ലൈറ്റിലുണ്ട്. എനിക്കിനി ധൈര്യമായി വിശ്രമിക്കാം. Subject to Manila air traffic for Manila Western landing time at 11:55 in the morning, and for convenience time check now is 11:17, and there's no time difference between Colombo, Malaysia and Manila, Philippines. Once again, in behalf of my crew, myself, thank you for flying with us. Have a pleasant stay in Manila. Well, for now, destination may be. Thank you and magandang umaga.